ക്രിപ്റ്റോഗ്രാഫിക് ഹാഷ് ഫംഗ്ഷൻ എന്താണെന്ന് നമ്മൾ പഠിച്ചു. മെസ്സേജ് ഓതൻറ്റിക്കേഷന് വേണ്ടി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു മെക്കാനിസമാണ്. അയച്ച മെസ്സേജ് തന്നെയാണ് റിസീവറിൽ എത്തിയ എന്നുള്ളത് എൻഷുർ ചെയ്യാൻ വേണ്ടി നമ്മൾ മെസ്സേജിൻ്റെ ഹാഷ് കൂടി കമ്പ്യൂട്ട് ചെയ്ത് ഒന്നുകിൽ പ്ലെയിൻ ആയിട്ട് അല്ലെങ്കിൽ എൻക്രിപ്റ്റഡ് ആയിട്ട് നമ്മൾ മെസ്സേജിൻ്റെ കൂടി അപ്പൻഡ് ചെയ്തിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. ഈ റിസീവർ സൈഡിൽ നമ്മൾ ഈ ഹാഷ് അഗെയിൻ അവിടെ റിസീവ് ചെയ്ത മെസ്സേജിൻ്റെ ഹാഷ് അഗെയിൻ നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുന്നു. ഇനി ഇവിടുന്ന് ട്രാൻസ്മിറ്റ് ചെയ്ത ഹാഷും റിസീവ് ചെയ്ത ഹാഷും ഐഡൻറ്റിക്കൽ ആണെങ്കിൽ ദാറ്റ് മീൻസ് മെസ്സേജ് ഈസ് ഓതൻറ്റിക്കേറ്റഡ്. അല്ലെങ്കിൽ ഇവിടുന്ന് ചേഞ്ച് ഒന്നും ഇല്ലാണ്ടാണ് അല്ലെങ്കിൽ അയച്ച മെസ്സേജ് തന്നെയാണ് റിസീവറിലെത്തിയെന്നുള്ളത് നമുക്ക് എൻഷുർ ചെയ്യാൻ പറ്റും. ഇനി എന്തെല്ലാം ടൈപ്പ് ഹാഷ് ഫങ്ഷൻസ് ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഏറ്റവും സിമ്പിളായിട്ടുള്ള കുറച്ച് ഹാഷ് ഫങ്ഷൻസ്. അപ്പോൾ നമ്മൾ ഹാഷ് ഫങ്ഷൻസിൻ്റെ എല്ലാം പ്രോസസ്സിങ്ങിൽ ബ്ലോക്സ് ആയിട്ടാണ് ഇൻപുട്ടിനെ എടുത്ത് പ്രോസസ്സ് ചെയ്യുക. അപ്പോൾ ഇൻപുട്ടിനെ നമ്മൾ n ബിറ്റ്സ് വീതമുള്ള ബ്ലോക്കിൻ്റെ ഒരു സീക്വൻസ് ആയിട്ട് കൺസിഡർ ചെയ്യും. എന്നിട്ട് ഓരോ ബ്ലോക്കുകളെടുത്ത് ഓരോ സമയത്ത് പ്രോസസ്സ് ചെയ്യുക. റിപ്പീറ്റ് ചെയ്ത് നമ്മൾ ഓരോ ബ്ലോക്ക് ഫസ്റ്റ് ബ്ലോക്ക് എടുക്കുന്നു, അതിനെ പ്രോസസ്സ് ചെയ്യുന്നു, നെക്സ്റ്റ് ബ്ലോക്ക് എടുക്കുന്നു, അതിനെ പ്രോസസ്സ് ചെയ്യുന്നു. അങ്ങനെ എല്ലാ ബ്ലോക്സിനെയും ഐട്രേറ്റീവ് ഫാഷനിലെടുത്ത് പ്രോസസ്സ് ചെയ്ത് ലാസ്റ്റ് ഒരു n ബിറ്റ് ഹാഷ് വാല്യൂ നമ്മൾ ജനറേറ്റ് ചെയ്യും. അപ്പോൾ ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന 2-3 ഹാഷ് ഫങ്ഷൻസ് ആണ് നമ്മൾ പറയുന്നത്. ഫസ്റ്റ് വൺ ഈസ് ബിറ്റ് ബൈ ബിറ്റ് എക്സ്ക്ലൂസീവ് ഓർ അല്ലെങ്കിൽ നമ്മുടെ XOR ഫംഗ്ഷൻ. അപ്പോൾ ഇൻപുട്ടിനെ നമ്മൾ n ബിറ്റ് വീതമുള്ള കുറേ ബ്ലോക്സുകളായിട്ട് കൺസിഡർ ചെയ്യുന്നു. അപ്പോൾ അത് n ബിറ്റ് ബ്ലോക്സിൻ്റെ ഒരു സീക്വൻസ് ആയിട്ട് നമ്മൾ ആദ്യം മെസ്സേജിനെ അല്ലെങ്കിൽ ഇൻപുട്ടിനെ റെപ്രസെൻറ്റ് ചെയ്യുക. എന്നിട്ട് അതിൽ ഓരോ n ബിറ്റ് ബ്ലോക്ക് എടുക്കുക, നമ്മൾ ഹാഷ് ഫംഗ്ഷൻ അപ്ലൈ ചെയ്യുക, റിസൾട്ട് കമ്പ്യൂട്ട് ചെയ്യുക. അപ്പോൾ ഏറ്റവും ബേസിക് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് XOR ഫംഗ്ഷൻ. അതിൻ്റെ ഇക്വേഷൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. CI = BI1 XOR BI2 XOR എക്സെട്രാ അപ് ടു BIM. ഇനി ഇതിൽ CI എന്ന് പറയുന്നത് നമ്മളെ ഹാഷ് കോഡിനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. സോ ഹാഷ് കോഡിലെ തന്നെ ith ബിറ്റിനെയാണ് CI എന്നുള്ളതുകൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ XOR കഴിഞ്ഞ് നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്തായിരിക്കണം? ഒരു n ബിറ്റ് ഹാഷ് വാല്യൂ ആണ് നമുക്ക് റിസൾട്ട് കിട്ടുക. അപ്പോൾ ഈ n ബിറ്റ് ഹാഷ് വാല്യൂ എന്ന് പറയുന്നതിൽ ഒരു പർട്ടിക്കുലർ ബിറ്റാണ് ഈ CI. സോ ഐയുടെ വാല്യൂ 1-നും n-നും ഇടയ്ക്ക് വേരി ചെയ്യുന്നു. സോ നമുക്ക് n ബിറ്റ് ഹാഷ് വാല്യൂ ആയിരിക്കണം ഔട്ട്പുട്ട് കിട്ടേണ്ടത്. അപ്പോൾ അതിൽ ഓരോ പർട്ടിക്കുലർ ബിറ്റിനെയാണ് CI എന്നുള്ളതുകൊണ്ട് ഡിനോട്ട് ചെയ്യുക. സോ CI ഈസ് ദ ith ബിറ്റ് ഓഫ് ദ ഹാഷ് കോഡ്. ഇനി ഹാഷ് കോഡിലെ ith ബിറ്റ് കിട്ടണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമുക്കുള്ള ബ്ലോക്സ് എത്ര ബ്ലോക്സ് ഉണ്ട് ഇവിടെ? 1, 2, 3 എക്സെട്രാ അപ് ടു m ബ്ലോക്സ് ഉണ്ട് നമുക്കിവിടെ. അപ്പോൾ ഓരോ ബ്ലോക്കിലും നമ്മൾ എന്തെടുക്കണം? ith ബിറ്റിനെയാണ് കൺസിഡർ ചെയ്യുന്നത്. സോ നമ്മളെ ഹാഷ് വാല്യൂവിലെ ith ബിറ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ബ്ലോക്ക് എടുത്തു, അതിലെ ith ബിറ്റ് എടുത്തു, സെക്കൻഡ് ബ്ലോക്ക് എടുത്തു, അതിലെ ith ബിറ്റ് എടുത്തു, അതുപോലെ mth ബ്ലോക്ക് എടുത്തു, അതിലെ ith ബിറ്റ് എടുത്തു. അപ്പോൾ BI1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ബ്ലോക്കിലെ ith ബിറ്റ്, I2 എന്ന് പറയുമ്പോൾ സെക്കൻഡ് ബ്ലോക്കിലെ ith ബിറ്റ്. അപ്പോൾ അങ്ങനെ എല്ലാ ബ്ലോക്സിലെയും ith ബിറ്റ് എടുത്തു XOR ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമ്മളുടെ ഹാഷ് വാല്യൂവിലെ ith ബിറ്റ് കിട്ടും. സോ ഹിയർ m ഡിനോട്ട്സ് ദ നമ്പർ ഓഫ് n ബിറ്റ് ബ്ലോക്സ് ഇൻ ദ ഇൻപുട്ട്. ഈ BIJ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? BIJ എന്ന് പറഞ്ഞാൽ നമ്മളുടെ jth ബ്ലോക്കിലെ ith ബിറ്റ്, അതായത് ഫസ്റ്റ് ബ്ലോക്കിലെ ith ബിറ്റ് എന്ന് പറഞ്ഞ പോലെ തന്നെ IJ ആകുമ്പം jth ബ്ലോക്കിലെ ith ബിറ്റ്. നമ്മളുടെ ഓപ്പറേഷൻ XOR. അപ്പോൾ നമ്മളുടെ മെസ്സേജ് എന്താണോ മെസ്സേജിനെ ആദ്യം നമ്മൾ n ബിറ്റ്സ് വീതമുള്ള കുറേ ബ്ലോക്സ് ആക്കി മാറ്റി ഇനി ഓരോ ബ്ലോക്കിനെയും ബിറ്റ് ബൈ ബിറ്റ് എടുക്കുക, XOR ചെയ്യുക. അപ്പോൾ XOR കഴിയുമ്പോൾ കിട്ടുന്ന റിസൾട്ട് ആയിരിക്കണം നമ്മളുടെ n ബിറ്റ് ഹാഷ് വാല്യൂ. അപ്പോൾ ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ഒരു ഹാഷ് ഫംഗ്ഷനാണ് ഈ പറഞ്ഞത്. ഇതിൻ്റെ ഒരു ചെറിയ മോഡിഫിക്കേഷനാണ് നെക്സ്റ്റ് നമ്മൾ പറയുന്നത്. ഈ ഹാഷ് കമ്പ്യൂട്ടേഷനിൽ XOR ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഒരു ഷിഫ്റ്റിംഗ് കൂടി ഇൻക്ലൂഡ് ചെയ്യുന്നു. സോ ഒരു 1 ബിറ്റ് സർക്കുലർ ലെഫ്റ്റ് ഷിഫ്റ്റ് അല്ലെങ്കിൽ റൊട്ടേഷൻ കൂടി നമ്മൾ ഓരോ പ്രാവശ്യം ഹാഷ് വാല്യൂ പ്രോസസ്സ് ചെയ്യുന്നതിനിടയ്ക്ക് ഉപയോഗിക്കുക. സോ ദാറ്റ് ഈസ് സർക്കുലർ ലെഫ്റ്റ് ഷിഫ്റ്റ് വിത്ത് ബിറ്റ് ബൈ ബിറ്റ് XOR ഉണ്ട്, അതിൻ്റെ കൂടെ തന്നെ ഒരു സർക്കുലർ ലെഫ്റ്റ് ഷിഫ്റ്റിംഗ് കൂടി ഇൻക്ലൂഡ് ചെയ്യുന്നു. അപ്പോൾ ഇനീഷ്യലി ആ n ബിറ്റ് ഹാഷ് വാല്യൂ നമ്മളെല്ലാം 0 ആക്കി സെറ്റ് ചെയ്തു. അപ്പോൾ നമ്മളെ ഹാഷ് വാല്യൂ n ബിറ്റ് ആണെന്ന് പറഞ്ഞു, നമ്മൾ n ബിറ്റ് വീതമുള്ള ബ്ലോക്സുകൾ എടുത്താണ് ഇൻപുട്ട് പ്രോസസ്സ് ചെയ്യുന്നതെന്നും പറഞ്ഞു. അപ്പോൾ n ബിറ്റ് ഹാഷ് വാല്യൂ ആണ് നമ്മൾക്ക് റിസൾട്ട് കിട്ടേണ്ടത്. അപ്പോൾ അതിലാദ്യം നമ്മളെല്ലാം 0 ആക്കി ഇനിഷ്യലൈസ് ചെയ്തു. ഇനി നമ്മൾ ഓരോ ബ്ലോക്കും എടുത്ത് പ്രോസസ്സ് ചെയ്യണം. അപ്പോൾ പ്രോസസ് ഈച്ച് സക്സസീവ് n ബിറ്റ് ബ്ലോക്ക് ഓഫ് ഡേറ്റ ആസ് ഫോളോസ്. ഓരോ ബ്ലോക്കും പ്രോസസ്സ് ചെയ്യുമ്പോൾ 2 സ്റ്റെപ്പുകൾ ചെയ്യണം. അപ്പോൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? റൊട്ടേറ്റ് ദ കറണ്ട് ഹാഷ് വാല്യൂ ടു ദ ലെഫ്റ്റ് ബൈ 1 ബിറ്റ്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് എന്തുണ്ട്? എല്ലാം സീറോസ് ആണ്. അപ്പോൾ ഒരു ബിറ്റ് സർക്കുലർ ലെഫ്റ്റ് ഷിഫ്റ്റ് ചെയ്തു. ഈ ലെഫ്റ്റ് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് അടുത്ത് എന്ത് ചെയ്യാം? XOR ചെയ്യാം. XOR ദ ബ്ലോക്ക് ഇൻ ദ ഹാഷ് വാല്യൂ. അപ്പോൾ ഫസ്റ്റ് ബ്ലോക്ക് എടുത്ത് നേരത്തെ കേസിൽ നമ്മൾ ഡയറക്റ്റ്ലി എല്ലാം XOR ചെയ്ത് പോകുമായിരുന്നു. അപ്പോൾ അതിന് മുമ്പ് എന്താ ചെയ്യേണ്ടത്? ഓരോ XORിങ്ങിന് മുമ്പും എന്ത് ചെയ്യണം? ഒരു പ്രാവശ്യം ഷിഫ്റ്റ് ചെയ്യണം. 1 ബിറ്റ് സർക്കുലർ ലെഫ്റ്റ് ഷിഫ്റ്റ്. അപ്പോൾ ആദ്യം കംപ്ലീറ്റ്ലി ഹാഷിലെ സിയിലെ എല്ലാ ബിറ്റ്സും 0 ആക്കി, എന്നിട്ട് BI1 നമ്മൾ ഫസ്റ്റ് ബ്ലോക്കിൽ നമ്മൾ XOR ചെയ്യുന്നതിന് മുമ്പ് ഒരു ബിറ്റ് സർക്കുലർ ലെഫ്റ്റ് ഷിഫ്റ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ബ്ലോക്ക് എടുത്തു XOR ചെയ്തു. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒന്നും കൂടി സർക്കുലർ ലെഫ്റ്റ് ഷിഫ്റ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ബ്ലോക്ക് എടുത്തു XOR ചെയ്തു. അപ്പോൾ ഓരോ പ്രാവശ്യവും XOR ചെയ്യുന്നതിന് മുമ്പ് എന്ത് ചെയ്യുക?
നമ്മളുടെ ഹാഷ് വാല്യൂ കറൻ്റ്ലി നമ്മുടെ കയ്യിലുള്ള ഹാഷ് വാല്യൂ നമ്മൾ ഒരു ബിറ്റ് സർക്കുലർ ലെഫ്റ്റ് ഷിഫ്റ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ അതാണ് സെക്കൻഡ് മെത്തേഡ് അല്ലെങ്കിൽ സെക്കൻഡ് ഹാഷ് ഫംഗ്ഷൻ XOR വിത്ത് സർക്കുലർ ലെഫ്റ്റ് ഷിഫ്റ്റിംഗ്. അപ്പോൾ ഇനിഷ്യലി നമ്മൾ ഹാഷ് 0 ആക്കി സെറ്റ് ചെയ്യുന്നു, എന്നിട്ട് ഒരു പ്രാവശ്യം ഒരു ബിറ്റ് സർക്കുലർ ലെഫ്റ്റ് ഷിഫ്റ്റ് ചെയ്യുക, അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ബ്ലോക്ക് XOR ചെയ്യുക, അത് കഴിഞ്ഞിട്ട് അഗെയിൻ സർക്കുലർ ലെഫ്റ്റ് ഷിഫ്റ്റ് ചെയ്യുക ബൈ 1 ബിറ്റ്, എന്നിട്ട് വീണ്ടും അടുത്ത ബ്ലോക്ക് XOR ചെയ്യുക. അപ്പോൾ ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്ത് പോയി ലാസ്റ്റ് വി വിൽ റിസീവ് ദ n ബിറ്റ് ഹാഷ് വാല്യൂ. ഇനി അതിൻ്റെ അഗെയിൻ വൺ മോർ മോഡിഫിക്കേഷനാണ് നമ്മളെ തേർഡ് കേസ്, ബിറ്റ് ബൈ ബിറ്റ് XORും അതിൻ്റെ കൂടെ CBC മോഡ് ഓഫ് എൻക്രിപ്ഷൻ. ഈ CBC നമ്മൾ DS ഒക്കെ പഠിക്കുമ്പോൾ പഠിക്കുന്നതാണ്, സിഫർ ബ്ലോക്ക് ചെയിനിങ് മോഡ്. സിഫർ ബ്ലോക്ക് ചെയിനിങ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഫസ്റ്റ് പ്ലെയിൻ ടെക്സ്റ്റ് ബ്ലോക്ക് എടുത്തു, എൻക്രിപ്റ്റ് ചെയ്തപ്പോൾ ഒരു സിഫർ ടെക്സ്റ്റ് ബ്ലോക്ക് കിട്ടി C1. ഇനി C1 കൂടി ചേഞ്ച് ചെയ്തിട്ടായിരിക്കും നമ്മൾ നെക്സ്റ്റ് പ്ലെയിൻ ടെക്സ്റ്റ് ബ്ലോക്കിനെ എൻക്രിപ്റ്റ് ചെയ്യുക. അപ്പോൾ പ്രീവിയസ് സിഫറും കൂടി യൂസ് ചെയ്തിട്ട് വേണം നെക്സ്റ്റ് പ്ലെയിൻ ടെക്സ്റ്റ് ബ്ലോക്കിനെ നമ്മൾ എൻക്രിപ്റ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മൾ XOR അപ്ലൈ ചെയ്യുന്നുണ്ട്, അതിൻ്റെ കൂടെ നമ്മൾ CBC മോഡ് ഓഫ് എൻക്രിപ്ഷൻ കൂടി യൂസ് ചെയ്യണം. സോ സിമ്പിൾ XOR അപ്ലൈ ടു 64 ബിറ്റ് ബ്ലോക്സ് ഓഫ് മെസ്സേജ്. അപ്പോൾ നമ്മൾ n ബിറ്റ് ബ്ലോക്സ് എന്നാണ് ഇതുവരെ പറഞ്ഞിരുന്നത്. അപ്പോൾ ഈ ഒരു കേസിൽ നമ്മൾ മെസ്സേജിനെ 64 ബിറ്റ് വീതമുള്ള ബ്ലോക്കുകളാക്കി മാറ്റുന്നു. അപ്പോൾ അതിൽ XOR തന്നെയാണ് അപ്ലൈ ചെയ്യുന്നത്. ഈ XOR അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ആ റിസൾട്ടിൽ നെക്സ്റ്റ് എന്ത് ചെയ്യുന്നു, ഒരു എൻക്രിപ്ഷൻ കൂടി പെർഫോം ചെയ്യുന്നു. ദാറ്റ് ഈസ് എൻക്രിപ്ഷൻ ഓഫ് ദി എൻറ്റയർ മെസ്സേജ് യൂസിങ് സിഫർ ബ്ലോക്ക് ചെയിനിങ് മോഡ്. അപ്പോൾ CBC മോഡിൽ ഒരു എൻക്രിപ്ഷൻ കൂടി ഈ XOR കഴിഞ്ഞിട്ട് ചെയ്യാം. നമ്മളെ അയക്കാൻ ഉദ്ദേശിക്കുന്ന മെസ്സേജ് M ആണെന്ന് കരുതുക. അപ്പോൾ എമ്മിൽ നമ്മൾ എന്താക്കി മാറ്റണം, ആദ്യം 64 ബിറ്റ്സിൻ്റെ ബ്ലോക്സ് ആക്കി മാറ്റണം. അപ്പോൾ അതാണ് ഈ കാണിച്ചേക്കുന്നത്, X1 X2 എക്സെട്ര അപ് ടു XN. ഓരോന്നിലും 64 ബിറ്റ് ചെയ്തുള്ള n ബ്ലോക്സ് ആക്കി നമ്മളുടെ മെസ്സേജിനെ ആദ്യം മാറ്റി. നമ്മൾ ഹാഷ് വാല്യൂ കമ്പ്യൂട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ H = ക്യാപിറ്റൽ HFM. ഹാഷ് വാല്യൂ എങ്ങനെയാണ് കമ്പ്യൂട്ട് ചെയ്യേണ്ടത്, ഫസ്റ്റ് എന്ത് ചെയ്യണം, ബിറ്റ് ബൈ ബിറ്റ് XOR ചെയ്യണം, പിന്നെ അത് കഴിഞ്ഞിട്ട് CBC മോഡ് ഓഫ് എൻക്രിപ്ഷൻ ചെയ്യണം. അപ്പോൾ ആദ്യം ബ്ലോക്ക് ബൈ ബ്ലോക്ക് XOR ഓഫ് ഓൾ ബ്ലോക്സ്. അപ്പോൾ നമ്മുടെ ബ്ലോക്ക് X1 X2 എക്സെട്ര അപ് ടു XN ആയിരുന്നു. അപ്പോൾ അതിനെല്ലാം എന്ത് ചെയ്തു, XOR ചെയ്തു. അപ്പോൾ നമ്മളുടെ എല്ലാ ബ്ലോക്സിനെയും XOR ചെയ്ത് നമുക്കൊരു റിസൾട്ട് കിട്ടി. അതാണ് നമ്മളുടെ എന്ത് ഹാഷ് വാല്യൂ എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ കൂടെ നമ്മൾ എന്താ അപ്പൻഡ് ചെയ്തെന്ന് നോക്കി, ആൻഡ് അപ്പൻഡ് ദ ഹാഷ് കോഡ് ആസ് ദ ഫൈനൽ ബ്ലോക്ക്. അപ്പോൾ X1 X2 എക്സെട്ര അപ് ടു XN വരെ നമ്മൾ XOR ചെയ്തു, അതാണ് ഈ പോർഷൻ. ഇനി XOR ചെയ്ത് കഴിയുമ്പോൾ കിട്ടിയതാണ് നമ്മളുടെ ഹാഷ് വാല്യൂ. ഇനി ഹാഷ് വാല്യൂ നമ്മൾ എങ്ങനെയാണ് അപ്പൻഡ് ചെയ്തതെന്ന് നോക്കി, ഈ X1 മുതൽ XN വരെയുള്ള ബ്ലോക്കിൻ്റെ കൂടെ അടുത്ത ബ്ലോക്കായിട്ട് ഈ ഹാഷിനെ നമ്മൾ അപ്പൻഡ് ചെയ്തു. അതുകൊണ്ടാണ് XN+1 തന്നെ ഡിനോട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ X1 മുതൽ XN വരെ മെസ്സേജിലെ ബ്ലോക്സ് തന്നെയാണ്. ഇനി നമ്മൾ ഇതെല്ലാം കൂടെ XOR ചെയ്ത് ഹാഷ് കമ്പ്യൂട്ട് ചെയ്തു, എന്നിട്ട് ആ കമ്പ്യൂട്ടഡ് ഹാഷ് കൂടി ഇതിൻ്റെ നെക്സ്റ്റ് ബ്ലോക്കായിട്ട് നമ്മൾ അപ്പൻഡ് ചെയ്തു. സോ X1 X2 എക്സെട്ര അപ് ടു XN ഉണ്ട്, ലാസ്റ്റ് ഒരു XN+1 ഉണ്ട്. ഈ XN+1 എന്തായിരിക്കണം, നമ്മളുടെ ഹാഷ് വാല്യൂ ആയിരിക്കണം. അപ്പോൾ 1 മുതൽ n വരെയുള്ള ബ്ലോക്സിനെ നമ്മൾ XOR ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന ഹാഷ് വാല്യൂവിനെ ഇതിൻ്റെ കൂടെ നെക്സ്റ്റ് ബ്ലോക്കായിട്ട് നമ്മൾ അപ്പൻഡ് ചെയ്തു. ഇനി നമ്മൾ ആ മെസ്സേജിനെ എൻക്രിപ്റ്റ് ചെയ്യണം. എൻക്രിപ്റ്റ് ചെയ്യുന്നതായിരിക്കും മെസ്സേജ് പ്ലസ് ദിസ് ഹാഷ് കോഡ്. എൻക്രിപ്റ്റ് ചെയ്യുന്ന യൂസിങ് ദ മോഡ് CBC അല്ലെ സിഫർ ബ്ലോക്ക് ചെയിനിങ് മോഡ് ഉപയോഗിച്ച് എൻക്രിപ്റ്റ് ചെയ്തു. ഇനി എൻക്രിപ്റ്റഡ് മെസ്സേജാണ് ഈ കാണിച്ചേക്കുന്നത് കരുതുക. അപ്പോൾ X1 മുതൽ XN വരെ ഇവിടെ ഉണ്ടായിരുന്നു, ഹാഷ് കമ്പ്യൂട്ട് ചെയ്തതിനെ XN+1 ആക്കി നമ്മൾ മാറ്റി ഇതിൻ്റെ കൂടെ അപ്പൻഡ് ചെയ്തു. അപ്പോൾ X1 മുതൽ XN+1 വരെയുള്ളതാണ് നമ്മൾ എൻക്രിപ്ഷന് വേണ്ടി ഇൻപുട്ടായിട്ട് കൊടുത്തത്. നമുക്ക് ഔട്ട്പുട്ട് എന്ത് കിട്ടണം, Y1 മുതൽ YN+ വരെ ബ്ലോക്സ് നമുക്ക് ഔട്ട്പുട്ടായിട്ട് കിട്ടി. ഇത് നമ്മളുടെ CBC മോഡ് ഞാൻ നേരത്തെ പറഞ്ഞു സിഫർ ബ്ലോക്ക് ചെയിനിങ് ആണ്. അപ്പോൾ നെക്സ്റ്റ് ബ്ലോക്ക് പ്രോസസ്സ് ചെയ്യണമെങ്കിൽ അതിന് മുമ്പ് പ്രീവിയസ് സിഫർ ബ്ലോക്ക് നമ്മൾ ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ ഡീക്രിപ്ഷൻ്റെ സിഫർ ബ്ലോക്ക് ചെയിനിങ് മോഡിൽ നമ്മൾ ഡീക്രിപ്ഷന് വേണ്ടി യൂസ് ചെയ്യുന്ന ഇക്വേഷൻസ് ആണ് ഈ കാണിച്ചേക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് കേസിലാണെങ്കിൽ ഫസ്റ്റ് ബ്ലോക്കിനെ ഡീക്രിപ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മളവിടെ ഇനിഷ്യലൈസേഷൻ വെക്ടർ അല്ലെങ്കിൽ IV ഉപയോഗിക്കേണ്ടി വരും. ഇനി സെക്കൻഡ് ബ്ലോക്ക് ആകുമ്പോൾ എന്തായിരിക്കണം, പ്രീവിയസ് സിഫർ ബ്ലോക്ക് ഏതാണോ അതായിരിക്കണം നമ്മൾ ചെയിനിങ്ങിന് വേണ്ടി ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് Y1 ആണ് നമ്മളുടെ ഫസ്റ്റ് സിഫർ ടെക്സ്റ്റ് ബ്ലോക്ക്. ഇനി Y1 എന്ത് ചെയ്തു, ആദ്യം ഡീക്രിപ്റ്റ് ചെയ്തു യൂസിങ് ദ കീ K. അപ്പോൾ Y1 ഡീക്രിപ്റ്റ് ചെയ്താൽ മാത്രം പോരാ, അതിൻ്റെ കൂടെ എന്ത് ആഡ് ചെയ്യണം, എന്ത് XOR ചെയ്യണം, നമ്മുടെ ഇനിഷ്യലൈസേഷൻ വെക്ടർ കൂടി XOR ചെയ്യണം. അപ്പോഴേ നമുക്ക് എന്ത് കിട്ടുള്ളൂ, ഫസ്റ്റ് പ്ലെയിൻ ടെക്സ്റ്റ് ബ്ലോക്ക് കിട്ടുള്ളൂ. ഇനി നെക്സ്റ്റ് XI എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, X2 മുതൽ ബാക്കിയുള്ള എല്ലാ ബ്ലോക്സിനെയും കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഇക്വേഷനാണ് സെക്കൻഡ് വൺ. ഇനി XI ജനറേറ്റ് ചെയ്യണമെങ്കിൽ ആദ്യം YIനെ നമ്മൾ എന്ത് ചെയ്യണം, ഡീക്രിപ്റ്റ് ചെയ്യണം യൂസിങ് ദ K എന്ന് പറയുന്ന കീ ഉപയോഗിച്ചിട്ട്. അപ്പോൾ ith ബ്ലോക്കിനെ നമ്മൾ K ഉപയോഗിച്ച് ഡീക്രിപ്റ്റ് ചെയ്തു. ഇനി ആ കിട്ടിയത് മാത്രം പോരാ, അതിനെന്താ വേണ്ടത്, സിഫർ ബ്ലോക്ക് ചെയിനിങ് മെത്തേഡാണ് യൂസ് ചെയ്തേക്കുന്നത്. എന്നുവെച്ചാൽ പ്രീവിയസ് സിഫർ ബ്ലോക്കും കൂടി ഉപയോഗിച്ചായിരിക്കും നമ്മൾ ഇതിനെ എൻക്രിപ്റ്റ് ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ ഡീക്രിപ്ഷൻ്റെ കേസിൽ നമ്മൾ ആ പ്രീവിയസ് സിഫർ ബ്ലോക്കിനെ കൺസിഡർ ചെയ്യണം. അപ്പോൾ YI എന്നുള്ളതിൻ്റെ പ്രീവിയസ് സിഫർ ബ്ലോക്ക് ഏതായിരിക്കും, YI-1 ആയിരിക്കും. സോ അതിനെ YI-1 XOR ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും,
എക്സ് ഐ കിട്ടും. എക്സ് ഐ, എക്സ് വൺ, എക്സ് ടു, എക്സ് ഐ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം? പ്ലെയിൻ ടെക്സ്റ്റ് ബ്ലോക്കുകളാണ്. അപ്പോൾ ഫസ്റ്റ് പ്ലെയിൻ ടെക്സ്റ്റ് ബ്ലോക്ക് കിട്ടണമെങ്കിൽ ഫസ്റ്റ് സിഫർ ടെക്സ്റ്റ് ബ്ലോക്ക് എടുക്കുക, ഡീക്രിപ്റ്റ് ചെയ്യുക, IV ആയിട്ട് എക്സോർ ചെയ്യുക. ഇനി ith പ്ലെയിൻ ടെക്സ്റ്റ് ബ്ലോക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ith സിഫർ ടെക്സ്റ്റ് ബ്ലോക്ക് എടുക്കുക, ഡീക്രിപ്റ്റ് ചെയ്യുക, ഇനി പ്രീവിയസ് സിഫർ ബ്ലോക്ക് കൂടി എക്സോർ ചെയ്യുക. ഇനി xn+1 ആണെങ്കിലോ ഇവിടെ ഐക്ക് പകരം എന്തായി? n+1 ആയി. അപ്പോൾ ഈസ് ഈക്വൽ ടു ബൈ i-1 പകരം എന്തായി? I = n+1 ആണ്. അപ്പോൾ n+1 - 1 ദാറ്റ് ഈസ് ഈക്വൽ ടു n. അതിനെന്തുമായിട്ട് എക്സോർ ചെയ്യുന്നു? ഡീക്രിപ്റ്റഡ് റിസൾട്ട് ഓഫ് yn+1 വിത്ത് കീ k. അപ്പോൾ ഈ xn+1 എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞു, എക്സോർ ചെയ്ത് ഹാഷ് വാല്യൂ കമ്പ്യൂട്ട് ചെയ്ത് അതാണ് നമ്മൾ നെക്സ്റ്റ് ബ്ലോക്ക് ആയിട്ട് അല്ലെങ്കിൽ xn+1 ആയിട്ട് അപ്പൻഡ് ചെയ്ത് വിട്ടത്. സോ ദാറ്റ് മീൻസ് ഈ xn+1 എന്ന് പറയുന്നത് നമ്മളുടെ ഹാഷ് വാല്യൂ തന്നെയായിരിക്കും. സോ xn+1 ഈസ് ഈക്വൽ ടു x1, x2 എക്സെട്ര അപ് ടു xn നമ്മൾ എക്സോർ ചെയ്തു. നേരത്തെ കണ്ട അതേ ഇക്വേഷൻ തന്നെ. അപ്പോൾ xn+1 എന്ന് പറഞ്ഞാൽ n+1 ബ്ലോക്കിൽ 1 മുതൽ n വരെയുള്ള ബ്ലോക്സിനെ നമ്മൾ എക്സോർ ചെയ്തിട്ടാണ് ഹാഷ് കമ്പ്യൂട്ട് ചെയ്ത് xn+1 ബ്ലോക്കായിട്ട് നമ്മൾ അപ്പൻഡ് ചെയ്തത്. സോ xn+1 ഈസ് ഈക്വൽ ടു x1 XOR x2 XOR എക്സെട്ര അപ് ടു xn. x1നും x2നും എല്ലാം ഈ ഇക്വേഷൻസ് നമ്മൾ അപ്ലൈ ചെയ്യുന്നു. x1 എന്താ ഇക്വേഷൻ? IV XOR ഡീക്രിപ്ഷൻ ഓഫ് k, y1. ഇനി x2 ആണെങ്കിലോ നമ്മൾ സെക്കൻഡ് ഇക്വേഷൻ കൊടുക്കാം. x2 കിട്ടണമെങ്കിൽ ഈക്വൽ ടു y2 - 1 ദാറ്റ് ഈസ് y1 XOR ഡീക്രിപ്ഷൻ ഓഫ് k, y2 എക്സെട്ര അപ് ടു yn - 1. അപ്പോൾ ഇതിൻ്റെ അത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും നമ്മൾ ചെയ്യുന്ന ഓപ്പറേഷൻ എന്താണ്? കംപ്ലീറ്റ്ലി ഉള്ള ഓപ്പറേഷൻ XOR ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഓർഡർ ചേഞ്ച് ചെയ്താലോ അല്ലെങ്കിൽ സിഫർ ടെക്സ്റ്റ് ബ്ലോക്സിനെ പെർമ്യൂട്ട് ചെയ്താലോ ഒന്നും റിസൾട്ടിൽ യാതൊരു ചേഞ്ചും അല്ലെങ്കിൽ ഹാഷിൽ യാതൊരു ചേഞ്ചും ഉണ്ടാവത്തില്ല. ഇതാണല്ലോ നമ്മുടെ ഹാഷ് വാല്യൂ. xn+1 എന്ന് പറയുന്നതാണ് നമ്മുടെ ഹാഷ് വാല്യൂ. എല്ലാ ബ്ലോക്സിനെയും നമ്മൾ എക്സോർ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ഓപ്പറേഷൻ XOR ആയതുകൊണ്ട് ഈ ബ്ലോക്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ആയാലോ അല്ലെങ്കിൽ ഓർഡർ ചേഞ്ച് ചെയ്യാലോ പെർമ്യൂട്ടഡ് ആയാലോ ഒന്നും ഈ ഹാഷിൽ യാതൊരു ചേഞ്ചും ഉണ്ടാവത്തില്ല. സോ ദീസ് ആർ 3 സിമ്പിൾ ഹാഷ് ഫങ്ഷൻസ്. ഫസ്റ്റ് വേണമെങ്കിൽ നമ്മൾ സിമ്പിൾ XOR ഉപയോഗിച്ചു. ഇനി സെക്കൻഡ് ആണെങ്കിൽ നമ്മൾ XOR ഉപയോഗിച്ചു പ്ലസ് സർക്കുലർ ലെഫ്റ്റ് ഷിഫ്റ്റിംഗ് കൂടി യൂസ് ചെയ്തു. ഒരു പ്രാവശ്യം സർക്കുലർ ലെഫ്റ്റ് ഷിഫ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ XOR ചെയ്തത്. ഇനി തേർഡ് വൺ ആയപ്പോഴത്തേക്ക് നമ്മൾ എൻക്രിപ്ഷൻ കൂടി അതിൻ്റെ കൂടെ കൊണ്ടുവന്നു. ഈ XOR അപ്ലൈ ചെയ്യുന്നുണ്ട്, XORൻ്റെ കൂടെ തന്നെ XOR ചെയ്ത റിസൾട്ടിൽ നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്തു? CBC മോഡ് ഓഫ് എൻക്രിപ്ഷൻ കൂടി അപ്ലൈ ചെയ്തു. സോ ദീസ് ആർ 3 സിമ്പിൾ ഹാഷ് ഫങ്ഷൻസ്. ഇനി ഹാഷ് ഫങ്ഷൻ്റെ റിക്വയർമെൻറ്റ്സ് ആണ് നെക്സ്റ്റ് പറയുന്നത്. ഇതായിരുന്നു നമ്മുടെ ഹാഷിൻ്റെ കമ്പ്യൂട്ടേഷൻ ഇക്വേഷൻ. സ്മോൾ h ഈക്വൽ ടു ക്യാപിറ്റൽ H ഓഫ് x. ഈ ക്യാപിറ്റൽ H എന്ന് പറയുന്നത് എന്തായിരിക്കും? നമ്മളുടെ ഹാഷ് ഫങ്ഷൻ. x എന്ന് പറയുന്നത് നമ്മളുടെ ഇൻപുട്ട്, നല്ല മെസ്സേജ് എന്ന് പറയാം. ഇനി സ്മോൾ h എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുന്ന ഹാഷ് വാല്യൂ. അപ്പോൾ സ്മോൾ h ഈക്വൽ ടു ക്യാപിറ്റൽ H ഓഫ് x ആണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? x ഈസ് എ പ്രീ ഇമേജ് ഓഫ് h. അപ്പോൾ പ്രീ ഇമേജ് എന്ന് പറഞ്ഞ ടേം നമ്മളുടെ മെസ്സേജിനെ അല്ല നമ്മുടെ ഇൻപുട്ടിനെ തന്നെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഈ സ്മോൾ h എന്ന് പറയുന്നത് എക്സിൻ്റെ ഹാഷ് വാല്യൂ ആണെങ്കിൽ ഈ എക്സിനെ നമുക്ക് എച്ചിൻ്റെ പ്രീ ഇമേജ് ആണെന്ന് പറയാൻ പറ്റും. ദാറ്റ് ഈസ് ഇഫ് സ്മോൾ h ഈസ് ദ ഹാഷ് വാല്യൂ ഓഫ് എക്സ്, then we can say that x is the pre-image of h. അപ്പോൾ ഈ എക്സിന് വേറൊരു പേരും കൂടി ഉണ്ട്, ദാറ്റ് ഈസ് പ്രീ ഇമേജ്. ഇനി ഈ ഹാഷ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ യൂഷ്വലി മെനി ടു വൺ മാപ്പിംഗ് ആണ് ആ ഫംഗ്ഷൻ നമ്മൾ ഉപയോഗിക്കുന്നത്. മെനി ടു വൺ എന്ന് പറഞ്ഞാൽ എന്താണ്? പലതിൽ നിന്ന് ഒന്നിലേക്ക് മാപ്പ് ചെയ്യാം. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ മനസ്സിലാവും ഒരു ഹാഷ് വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ട് പല പ്രീ ഇമേജസ് പോസിബിൾ ആണ്. അപ്പോൾ പല പ്രീ ഇമേജസ് ആണ് ഈ മെനി. വൺ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? സിംഗിൾ ഹാഷ് വാല്യൂ. അപ്പോൾ ഇവിടെ കൊളീഷൻ ഉണ്ടാവാനുള്ള സിറ്റുവേഷൻ ഉണ്ട്. ഈ കൊളീഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇഫ് യു ഹാവ് x നോട്ട് ഈക്വൽ ടു y ആൻഡ് h ഓഫ് x ഈക്വൽ ടു h ഓഫ് y. രണ്ട് ഹാഷ് വാല്യൂസ് ഐഡൻറ്റിക്കലായി, പക്ഷേ മെസ്സേജസ് രണ്ടും ഐഡൻറ്റിക്കൽ അല്ല. അപ്പോൾ ഇവിടെ എന്തായി? ഈ ഒരു സിറ്റുവേഷനാണ് നമ്മൾ കൊളീഷൻ എന്ന് പറയുക. അപ്പോൾ ഹാഷ് രണ്ടും ഐഡൻറ്റിക്കലാണ്, പക്ഷേ മെസ്സേജസ് രണ്ടും ഐഡൻറ്റിക്കൽ അല്ല. അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷൻ നമുക്ക് അവോയ്ഡ് ചെയ്യണം. അല്ലെങ്കിൽ നമ്മളുടെ ഡാറ്റ ഇൻറ്റഗ്രിറ്റിയാണ് നമ്മളെ കൺസേൺ എന്നുണ്ടെങ്കിൽ കൊളീഷൻസ് നമ്മൾ അവോയ്ഡ് ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ പ്രീ ഇമേജ് എന്ന് പറഞ്ഞ ടേം എന്താണെന്ന് ക്ലിയർ ആയല്ലോ. ഇഫ് സ്മോൾ h ഈക്വൽ ടു ദ ഹാഷ് വാല്യൂ ഓഫ് x, നമുക്ക് എക്സിന് എന്ത് പറയാൻ പറ്റും? ഇറ്റ് ഈസ് ദ പ്രീ ഇമേജ് ഓഫ് ദിസ് പർട്ടിക്കുലർ ഹാഷ് വാല്യൂ. ഇനി ടേബിളിൽ ലിസ്റ്റ് ഔട്ട് ചെയ്യുന്നതാണ് ക്രിപ്റ്റോഗ്രാഫിക് ഹാഷ് ഫംഗ്ഷൻസിന് സാറ്റിസ്ഫൈ ചെയ്യേണ്ട 7 റിക്വയർമെൻറ്റ്സ്. അപ്പോൾ ഫസ്റ്റ് വൺ ഈസ് വേരിയബിൾ ഇൻപുട്ട് സൈസ്. അത് നമ്മൾ തുടങ്ങിയപ്പോഴേ പറഞ്ഞു, ഹാഷ് ഫംഗ്ഷൻ പഠിച്ച് തുടങ്ങിയപ്പോഴേ നമ്മളുടെ ഇൻപുട്ട് മെസ്സേജ് എന്ത് സൈസ് വേണമെങ്കിലും ആവാം. സോ h ക്യാൻ ബി അപ്ലൈഡ് ടു എ ബ്ലോക്ക് ഓഫ് ഡേറ്റ ഓഫ് എനി സൈസ്. ഇനി എന്ത് ഇൻപുട്ട് സൈസ് ആണെങ്കിലും അതിനെല്ലാം നമ്മൾ ഒരു ഫിക്സഡ് സൈസ് ഔട്ട്പുട്ടിലേക്കാണ് മാപ്പ് ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് ഹാഷ് ഫംഗ്ഷൻ പ്രൊഡ്യൂസസ് എ ഫിക്സഡ് ലെങ്ത് ഔട്ട്പുട്ട്. ഇനി ഏത് ഫംഗ്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്നുള്ളതനുസരിച്ചിരിക്കും എത്ര ലെങ്ത് ഉള്ള ഔട്ട്പുട്ടാണ് നമുക്ക് കിട്ടുക എന്നുള്ളത്. നെക്സ്റ്റ് റിക്വയർമെൻറ്റ് ഈസ് എഫിഷ്യൻസി. എഫിഷ്യൻസി ഇൻ ദ സെൻസ് നമുക്ക്
ഒരു മെസ്സേജ് കിട്ടി അല്ലെങ്കിൽ ഒരു ഇൻപുട്ട് കിട്ടി, അതിൽ നിന്ന് ഹാഷ് കമ്പ്യൂട്ട് ചെയ്യാന്ന് പറയുന്നത് കമ്പ്യൂട്ടേഷനിൽ എളുപ്പമാണ്. എന്ന് വെച്ചാൽ എളുപ്പം നമുക്ക് ഹാഷ് വാല്യൂ കമ്പ്യൂട്ട് ചെയ്യാൻ വരണം. ദാറ്റ് ഈസ് എച്ച് ഓഫ് എക്സ് ഈസ് റിലേറ്റീവ്ലി ഈസി ടു കമ്പ്യൂട്ട് ഫോർ എനി ഗിവൺ എക്സ്. അപ്പോൾ എളുപ്പം കമ്പ്യൂട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് എന്ത് പറയാം, മെത്തേഡ് എഫിഷ്യൻ്റ് ആണെന്ന് പറയാം. ദെൻ ഫോർത്ത് വൺ, പ്രീ ഇമേജ് റെസിസ്റ്റൻറ്റ്. പ്രീ ഇമേജ് എന്ന് പറഞ്ഞ ടേം നമുക്ക് മനസ്സിലായല്ലോ, നമ്മൾ മെസ്സേജിനാണ് ശരിക്കും പ്രീ ഇമേജ് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. സോ പ്രീ ഇമേജ് റെസിസ്റ്റൻറ്റ് അല്ലെങ്കിൽ വൺ വേ പ്രോപ്പർട്ടി. അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ എഫിഷ്യൻസിയിൽ പറഞ്ഞതിൻ്റെ നേരെ കോൺവേഴ്സാണ് നമുക്ക് ഈ പ്രോപ്പർട്ടിയിൽ വരിക. അപ്പോൾ നമ്മൾ മെസ്സേജ് കിട്ടിയാൽ എച്ച് ഓഫ് എക്സ് കമ്പ്യൂട്ട് ചെയ്താൽ ഹാഷ് വാല്യൂ കമ്പ്യൂട്ട് ചെയ്യാൻ എളുപ്പമാണെന്ന് പറഞ്ഞു. ഇതിൻ്റെ നേരെ തിരിച്ച് നമുക്ക് എളുപ്പമാവാൻ പാടില്ല, അല്ലെങ്കിൽ ബുദ്ധിമുട്ടാവണം. അപ്പോൾ ദാറ്റ് മീൻസ് നമ്മളിലൊരു ഹാഷ് വാല്യൂ തന്നിട്ടുണ്ട്. ഫോർ എനി ഗിവൺ ഹാഷ് വാല്യൂ എച്ച്, ഇറ്റ് ഈസ് കമ്പ്യൂട്ടേഷണലി ഇൻഫീസിബിൾ ടു ഫൈൻഡ് വൈ സച്ച് ദാറ്റ് എച്ച് ഓഫ് വൈ ഈക്വൽ ടു എച്ച്. അപ്പോൾ ഒരു ഹാഷ് തന്നിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് തിരിച്ചുള്ള മാപ്പിംഗ്, അപ്പോൾ ഏത് ഇൻപുട്ടിലേക്കാണോ ഏത് മെസ്സേജാണോ ഈ കറസ്പോണ്ടിങ് ഹാഷ് ജനറേറ്റ് ചെയ്യുക എന്നുള്ളത് കണ്ടുപിടിക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടാവണം. അപ്പോൾ ആ ഒരു ഫീച്ചറിലാണ് അതിൻ്റെ സെക്യൂരിറ്റി മുഴുവൻ ഇരിക്കുന്നത്. സോ ദിസ് പ്രോപ്പർട്ടി ഈസ് കോൾഡ് വൺ വേ പ്രോപ്പർട്ടി. ഒരു ഹാഷിൽ നിന്ന് അതിന് കറസ്പോണ്ടിങ് മെസ്സേജിനെ അല്ലെങ്കിൽ ഡേറ്റ ഓബ്ജക്റ്റിനെ നമുക്ക് എളുപ്പം മാപ്പ് ചെയ്യാൻ പറ്റരുത്. ഇനി ഫിഫ്ത്ത് പ്രോപ്പർട്ടി, സെക്കൻഡ് പ്രീ ഇമേജ് റെസിസ്റ്റൻ്റ് അല്ലെങ്കിൽ വീക്ക് കൊളീഷൻ റെസിസ്റ്റൻറ്റ്. അപ്പോൾ ഈ പ്രോപ്പർട്ടി പറയുന്നത് നമ്മുടെ ഒരു ബ്ലോക്ക് ഉണ്ട് എക്സ്, നമ്മൾ അതിൻ്റെ ഹാഷ് എച്ച് ഓഫ് എക്സ് കമ്പ്യൂട്ട് ചെയ്തു. ഇനി എച്ച് ഓഫ് എക്സ് ഈക്വൽ ടു എച്ച് ഓഫ് വൈ ആവുന്ന രീതിയിൽ വേറൊരു വൈ എന്ന് പറഞ്ഞൊരു മെസ്സേജ് അല്ലെങ്കിൽ ഒരു ഡേറ്റ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റരുത്. എന്ന് വെച്ചാൽ കൊളീഷൻ അവിടെ ഉണ്ടാകുന്നത് ഒഴിവാക്കണം. സോ ഹാഷ് വാല്യൂ രണ്ടും സെയിം ആയി, പക്ഷേ മെസ്സേജ് സെയിം അല്ല. വെച്ചാൽ രണ്ട് ഡിഫറെൻറ്റ് മെസ്സേജസിന് സെയിം ഹാഷ് വാല്യൂ വരുന്ന സിറ്റുവേഷൻ നമ്മൾ ഒഴിവാക്കണം. അല്ലെങ്കിൽ ഇറ്റ് മസ്റ്റ് ബി കമ്പ്യൂട്ടേഷണലി ഇൻഫീസിബിൾ. നമ്മളുടെ എക്സ് എന്ന് പറഞ്ഞൊരു മെസ്സേജ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു ബ്ലോക്ക് ഉണ്ട്, അത് നമ്മൾ ഹാഷ് കമ്പ്യൂട്ട് ചെയ്യുന്നു. ഇനി അതേ ഹാഷുള്ള വേറൊരു വൈ, ദാറ്റ് ഈസ് വൈ നോട്ട് ഈക്വൽ ടു എക്സ്, എക്സ് അല്ലാത്ത വേറെ ഏതെങ്കിലും ഒരെണ്ണം നമുക്ക് സെയിം ഹാഷ് വാല്യൂ ഉള്ളത് കണ്ടുപിടിക്കാൻ എളുപ്പം ആവരുത്. അപ്പോൾ ഫസ്റ്റ് 5 പ്രോപ്പർട്ടീസ് സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഹാഷ് ഫംഗ്ഷനെ വീക്ക് ഹാഷ് ഫംഗ്ഷൻ എന്ന് പറയാം. സോ ഈ ഹാഷ് ഫംഗ്ഷൻ ദാറ്റ് സാറ്റിസ്ഫൈസ് ദ ഫസ്റ്റ് 5 പ്രോപ്പർട്ടീസ് ഇസ് റെഫേർഡ് ടു ആസ് എ വീക്ക് ഹാഷ് ഫംഗ്ഷൻ. നമ്മളെ 6 പ്രോപ്പർട്ടീസ് കൊളീഷൻ റെസിസ്റ്റൻറ്റ് അല്ലെങ്കിൽ സ്ട്രോങ് കൊളീഷൻ റെസിസ്റ്റൻറ്റ്. അപ്പോൾ കൊളീഷൻ റെസിസ്റ്റൻറ്റ് എന്ന് പറഞ്ഞാൽ രണ്ട് മെസ്സേജ് അല്ലെങ്കിൽ ഒരു മെസ്സേജ് പെയർ, എക്സ് വൈ എന്ന് പറഞ്ഞൊരു മെസ്സേജ് പെയർ സച്ച് ദാറ്റ് എച്ച് ഓഫ് എക്സ് ഈക്വൽ ടു എച്ച് ഓഫ് വൈ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റരുത്. എന്ന് വെച്ചാൽ രണ്ട് മെസ്സേജുകൾ സെയിം ഹാഷിലേക്ക് മാപ്പ് ചെയ്യരുതാണ്. സോ എക്സ് വൈ എന്ന് പറഞ്ഞൊരു പെയർ, ഇനി ആ പെയറിൽ രണ്ടെണ്ണത്തിൻ്റെയും ഹാഷ് ഐഡൻറ്റിക്കലായിട്ട് വരുന്ന സിറ്റുവേഷൻ ഉണ്ടാവരുത്, അല്ലെങ്കിൽ ഇറ്റ് മസ്റ്റ് ബി കമ്പ്യൂട്ടേഷണലി ഇൻഫീസിബിൾ. അപ്പോൾ അതാണ് നമ്മളുടെ കൊളീഷൻ റെസിസ്റ്റൻറ്റ് എന്ന് പറഞ്ഞാൽ 6th പ്രോപ്പർട്ടി. അപ്പോൾ ഈ 6th പ്രോപ്പർട്ടി കൂടി സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഹാഷ് ഫംഗ്ഷനെ സ്ട്രോങ് ഹാഷ് ഫംഗ്ഷൻ എന്ന് പറയാം. സോ ഫസ്റ്റ് 5 സാറ്റിസ്ഫൈ ചെയ്താൽ അതിനെ വീക്ക് ഹാഷ് ഫംഗ്ഷനെ പറയാൻ പറ്റുള്ളൂ. 6th കൂടി അല്ലെങ്കിൽ കൊളീഷൻ റെസിസ്റ്റൻസ് കൂടി സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ അതിനെ നമുക്ക് സ്ട്രോങ് ഹാഷ് ഫംഗ്ഷൻ എന്ന് പറയാം. ഇനി ലാസ്റ്റ് പ്രോപ്പർട്ടി സ്യൂഡോ റാൻഡംനെസ്. നമുക്ക് കീ ജനറേഷൻ അല്ലെങ്കിൽ സ്യൂഡോ സ്ട്രീം സിഫറിൻ്റെ ഒക്കെ കേസിലാണെങ്കിൽ സ്യൂഡോ റാൻഡം നമ്പർ ജനറേറ്റ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ സീക്വൻസ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ കീ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയൊക്കെ നമുക്ക് ഈ ഹാഷ് ഫംഗ്ഷൻസ് അപ്ലൈ ചെയ്യാൻ പറ്റും. ദാറ്റ് ഇസ് എ ലാസ്റ്റ് റിക്വയർമെൻറ്റ് ഓഫ് സ്യൂഡോ റാൻഡംനെസ്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഹാഷ് ഫംഗ്ഷന് വേണ്ട 7 റിക്വയർമെൻറ്റ്സ്. ഈ റിക്വയർമെൻറ്റ്സ് തമ്മിലുള്ള റിലേഷനാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. റിലേഷൻസ് എമംഗ് ദ ഹാഷ് ഫംഗ്ഷൻ പ്രോപ്പർട്ടീസ്. അപ്പോൾ 3 പ്രോപ്പർട്ടി നമ്മൾ പറഞ്ഞത് പ്രീ ഇമേജ് റെസിസ്റ്റൻറ്റ്, സെക്കൻഡ് പ്രീ ഇമേജ് റെസിസ്റ്റൻറ്റ് ആൻഡ് കൊളീഷൻ റെസിസ്റ്റൻറ്റ്. നമ്മളുടെ 4th വൺ, 5th വൺ, ഇത് 6th വൺ. അപ്പോൾ ഈ ഗ്രാഫിൽ നമുക്ക് എന്താ മനസ്സിലാവുന്നത്? കൊളീഷൻ റെസിസ്റ്റൻ്റ് ആണെങ്കിൽ അതെന്തായിരിക്കണം? സെക്കൻഡ് പ്രീ ഇമേജ് റെസിസ്റ്റൻറ്റും ആയിരിക്കും. അപ്പോൾ ഒരു ഹാഷ് ഫംഗ്ഷൻ കൊളീഷൻ റെസിസ്റ്റൻ്റ് ആണെങ്കിൽ ഇറ്റ് വിൽ ബി സെക്കൻഡ് പ്രീ ഇമേജ് റെസിസ്റ്റൻ്റ് ഓൾസോ, ബിക്കോസ് ഇതിനുള്ളിലാണ് ഈ ഒരു സെറ്റ് വന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഈ ഒരു സെറ്റിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ള എല്ലാം ഈ ഒരു സെറ്റിൽ ഇൻക്ലൂഡ് ആയിരിക്കണമല്ലോ. സോ കൊളീഷൻ റെസിസ്റ്റൻ്റ് ആണെങ്കിൽ ഇറ്റ് വിൽ ബി സെക്കൻഡ് പ്രീ ഇമേജ് റെസിസ്റ്റൻറ്റ്. പക്ഷേ അതിൻ്റെ കോൺവേഴ്സ് ട്രൂ അല്ല. ദാറ്റ് മീൻസ് സെക്കൻഡ് പ്രീ ഇമേജ് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള എല്ലാ ഹാഷ് ഫംഗ്ഷൻസും കൊളീഷൻ റെസിസ്റ്റൻ്റ് ആവണം എന്നില്ല. ഇനി ഇത് രണ്ടും കൺസിഡർ ചെയ്യുകയാണെങ്കിലോ, പ്രീ ഇമേജ് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ളതെല്ലാം കൊളീഷൻ റെസിസ്റ്റൻ്റ് ആവണം എന്നില്ല, അതുപോലെ കൊളീഷൻ റെസിസ്റ്റൻ്റ് ആയിട്ടുള്ളതെല്ലാം പ്രീ ഇമേജ് റെസിസ്റ്റൻറ്റും ആവണമെന്നില്ല. ഇനിയിപ്പോൾ ഈ ഒരു കേസിലാണെങ്കിൽ പ്രീ ഇമേജ് റെസിസ്റ്റൻറ്റ് എന്ന് പറഞ്ഞാൽ ഇത്രയും പോർഷൻ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു പോർഷൻ ഇവിടെ വരെ പിന്നെ ഇത്രയും, അപ്പോൾ ഇത്രയും പ്രീ ഇമേജ് റെസിസ്റ്റൻ്റ് ആണ്, പക്ഷേ കൊളീഷൻ റെസിസ്റ്റൻ്റ് അല്ല. ഇനി ഇവിടെയാണെങ്കിൽ നമ്മൾ ബാക്കി ഇപ്പുറത്തേക്കുള്ള പോർഷൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇവിടെ കൊളീഷൻ റെസിസ്റ്റൻ്റ് ആണ്, പക്ഷേ പ്രീ ഇമേജ് റെസിസ്റ്റൻ്റ് അല്ല. അപ്പോൾ ദീസ് ആർ ദ റിലേഷൻഷിപ്സ് എമംഗ് ഹാഷ് ഫംഗ്ഷൻ പ്രോപ്പർട്ടീസ്. So that's all of simple hash functions.